മതിടാ മതി തുണക്കോടാ പറയണ്ടേ ആൾക്കാർ എന്ത് ചിന്തിക്കും. ഹായ് ഹലോ നമസ്തേ വണക്കം മാധവ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാകേഷ് സിനിമസ്. സോ ഞാനിപ്പോൾ ടർബോ മൂവി കണ്ടിട്ട് വന്നു. സോ പറയാൻ അത്ര ഒന്നും ഇല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചാനൽ പുതിയ ആളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഇருக்கு അത് ഓൺ பண்ணுക. ഞാൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കും ബിക്കോസ് മൂവി ഈസ് എ ബിറ്റ് ഓഫ് തമിഴ് ആൻഡ് മലയാളം ആസ് വെൽ. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ, സ്റ്റേ ട്യൂൺ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, എനിക്ക് സബ്സ്ക്രൈബ് വേണം. സബ്സ്ക്രൈബ് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ റിവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളൊക്കെ ചിന്തിക്ക്, എന്ത് ചിന്തിക്കാതെ. ഓക്കെ, സോ ഞാനൊരു 10 മിനിറ്റ് ലേറ്റായി മൂവി തുടങ്ങിയപ്പോൾ. പക്ഷേ ഇതൊരു അങ്ങനെ പോലത്തെ സിനിമ 10 മിനിറ്റ് ഈവൻ നിങ്ങൾ മിസ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബിക്കോസ് നമുക്ക് എല്ലാ സീൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ മൂവി കാണുമ്പോൾ ഒരു ലൈക്ക് നെക്സ്റ്റ് സീൻ എന്താണ്, അടുത്ത സീൻ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അത് കൂടുതൽ ഞാൻ പറയാറില്ല ബിക്കോസ് അത് ഞാൻ പറയുകയാണെങ്കിൽ അത് സ്പോയിലർ ആകട്ടോ, ആൻഡ് അത് സ്പോയിലർ ആവും. സോ അത് ഞാൻ ഒരിക്കലും പറയാറില്ല. സോ നിങ്ങൾ പേടിക്കണ്ട. ജോസ് ചേട്ടന് ഒരു അനിയൻ പോലത്തെ ഒരു ചെറിയ പയ്യനുണ്ടാവും. ചെറിയ പയ്യനല്ല, ബട്ട് അവരുണ്ടാവും. അവര് കൂടുതൽ സ്നേഹമാണ് എല്ലാമാണ്. ആൻഡ് അത് ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ലവ് മാരേജിന്റെ അത് രജിസ്ട്രേഷൻ ഇതൊക്കെ അങ്ങനെ ഞാൻ പറയാറില്ല. വേണ്ടല്ലോ, ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോവും, അത് സ്പോയിലർ ആവും. അപ്പോൾ ഞാൻ പറയില്ല. സോ ഇൻ പ്രിസൈസ് ഇൻ ഷോർട്ട് ടേം, ചെന്നൈയിൽ ഒരു കൊലപാതകം നടക്കും. അതുക്കും ജോസ്ക്കും വേറൊരാളുണ്ട്, അത് പറഞ്ഞുതരാം. ഷീസ് നൺ അതർ ദൻ രാജ് ഷെട്ടി സർ. സോ അവരുടെ പേര് വെട്രിവേൽ ഷൺമുഖം അല്ലേ? വെട്രിവേൽ ഷൺമുഖമാണ് അവരുടെ പേര് മൂവിയിൽ. സോ അതാണ്. സോ കമ്മിങ് ടു ഇതാണ് പ്ലോട്ട്. ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി ഇല്ലെങ്കിൽ മൂവി കാണുക. ഓക്കെ, ബിക്കോസ് ഞാൻ പറയാം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ. സോ ഇതാണ് കമ്മിങ് ടു ആക്ടിങ്. ആൻഡ് വൺ മോർ തിങ്, ഇത് ഞാനിപ്പോൾ കൂടുതൽ 5 മിനിറ്റ് 6 മിനിറ്റ് എടുത്തിട്ട് നിങ്ങളുടെ സമയം കലാൻ പോകുന്നില്ല ഞാൻ. അത് വളരെ മോശമാണ്. പിന്നെ നിങ്ങൾക്കത് നിങ്ങൾ എല്ലാവരും ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോവല്ലേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 3-4 മിനിറ്റ്സിലേക്ക് മൊത്തം തീർന്നേക്കാം. 1 മിനിറ്റ് ഡയറക്ഷൻ, 1 മിനിറ്റ് ആക്ടിങ്, 1 മിനിറ്റ് സിനിമാറ്റോഗ്രാഫി, 1 മിനിറ്റ് എഡിറ്റിംഗ്, 1 മിനിറ്റ് BGM, ഇതെല്ലാം അത് പറഞ്ഞിട്ട് അതവിടെ വിൽ ക്ലോസ് ദാറ്റ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ആക്ടിങ് വരുമ്പോൾ മമ്മൂട്ടി സർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതിലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാരി ഒരു മെത്തഡ് ആക്ടറാണ്. ആൻഡ് മെത്തഡ് ആക്ടിങ് വളരെ നന്നായിട്ട് ചെയ്യും, അതെനിക്കറിയാം. ബട്ട് ഈ മൂവിയിലെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ രാജ് ഷെട്ടി സാറാണ്. അത്രയൊക്കെ നന്നായിട്ടുണ്ട് അവരുടെ പെർഫോമൻസ്. ബീറ്റ് ആ സ്വാഗ് ആണെങ്കിലും ശരി, വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ശരി. ലൈക്ക് അതിലെ ഒരു ഡയലോഗ് ഉണ്ട്, ദിസ് സിറ്റി ഈസ് ഇന്റഗ്രിറ്റി ആൻഡ് ഫിഗറേറ്റീവ്ലി മൈൻ, അങ്ങനെയൊക്കെ പറയും. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കാന്ന് കാട്ടും ഇവർ കുറച്ച് ഡോമിനേറ്റ് ചെയ്തു. ലൈക്ക് മൂവി സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ബട്ട് ലാസ്റ്റിലെ മമ്മൂക്ക സാറാണ്. ഹാറ്റ്സ് ഓഫ് ആണ് സാർക്ക്. സോ അതാണ് അതിന്റെ കാര്യങ്ങൾ. ആൻഡ് വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് സുനിൽ ഉണ്ട് ഫ്രം ടോളിവുഡ്, ബാക്കിയെല്ലാം. ആൻഡ് ദിസ് ആക്ടിങ് വളരെ അടിപൊളിയായിരുന്നു മൂവി. ഓക്കെ, അതാണ്. ആൻഡ് കമ്മിങ് ടു ഡയറക്ഷൻ ബൈ വൈശാഖ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആരൊക്കെ എഴുതിയെന്ന് വെച്ചാൽ മിഥുൻ മാനുവൽ തോമസ് ഈസ് ഫേമസ് ഫോർ ഹിസ് ത്രില്ലർ സിനിമാസ്. ഇതൊരു ത്രില്ലർ മൂവി ആണ്, പക്ഷെ ഇൻ ബിറ്റ്വീൻ ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിലെ മൂവിയിൽ. ആൻഡ് ചില സമയത്തിൽ അത് വർക്കൗട്ട് ആയിട്ടില്ല, ടു ബി പ്രിസൈസ്. ബട്ട് ചില സമയത്ത് അത് വർക്കൗട്ട് ആയി. അതെനിക്ക് നിങ്ങൾ അത് പാകുമ്പോൾ നിങ്ങൾക്ക് തരും അത്. സോ അതാണ്. ആൻഡ് കമ്മിങ് ടു സ്ക്രീൻ പ്ലേ, ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, ബട്ട് ഓവറോളി ഒരു 1 ടൈം വാച്ച് ആണ് മൂവി. ആൻഡ് ഇതിലെ കുറച്ച് പറയുകയാണെങ്കിൽ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഒരു സീൻ നടക്കുമ്പോൾ ആ ഫ്ലോ നമുക്ക് ഉണ്ടാവില്ല. ലൈക്ക് കണ്ടിന്യൂ ചെയ്യില്ല. ലൈക്ക് അവിടെ അത് നിർത്തും കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കറക്റ്റ് ചെയ്യും.
അത് അവരുടെ സ്ക്രീൻ പ്ലേ ആയിരിക്കാം, പക്ഷെ നമ്മൾ பார்க்குമ്പോൾ അത് നമുക്ക് അത്ര കണക്ട് ആയിട്ടില്ല മൂവി നോക്കുമ്പോൾ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സിനിമാറ്റോഗ്രാഫി ആൻഡ് BGM വാസ് ഓൾസോ ഗുഡ്. ആൻഡ് അത്രേ പറയാറുള്ളൂ. ആൻഡ് ഓവറോളി ഈ മൂവി കുറച്ച് ഞാൻ റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് 3.75 ഔട്ട് ഓഫ് 5. ബട്ട് നിങ്ങൾ മമ്മൂക്ക ഫാൻ ആണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ബിക്കോസ് ആ മൂവി കാണുമ്പോൾ ഒരു രസം, ഒരു ഫൺ, ഒരു നല്ല എലിവേഷനും BGM-ഉം എല്ലാം ഇട്ടിട്ട് ഒരു ഹൈ ഓക്ടേൻ പെർഫോമൻസ് ആണ് രണ്ടും പേരും, ബീറ്റ് മമ്മൂക്ക ഓർ രാജ്വി ഷെട്ടി രണ്ടുപേരും. പിന്നെ ഇതിലൊരു സർപ്രൈസ് എലിമെന്റ് ഉണ്ട്. മൂവി ഇതിവിടെ കഴിഞ്ഞിട്ടില്ല, അത് നെക്സ്റ്റ് ലാസ്റ്റിൽ നമുക്ക് കാണിക്കും. അത് അയ്യോ ഞാനത് സ്പോയിലറായിട്ട് പറഞ്ഞില്ലേ, സോറി. ഓക്കെ. ആൻഡ് ലാസ്റ്റിൽ ഒരു വോയിസ് വരും ലാസ്റ്റ് ക്ലൈമാക്സിൽ. അത് നിങ്ങൾ ഓൾറെഡി മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണ് കമന്റ്സിൽ എനിക്ക് പറയുക. ആൻഡ് ഏതെങ്കിലും സജഷൻസ് ഓർ ഇംപ്രൂവ്മെന്റ്സ് ഏതുണ്ടെങ്കിൽ യു ക്യാൻ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇത് മതി. സോ ബൈ, താങ്ക് യു.